നമസ്കാരം. ധർമ്മേന്ദ്ര ഒരു പേരല്ല. ഹീമാൻ എന്ന് വിളിക്കുന്നത് സ്നേഹം കൊണ്ട് മാത്രവുമല്ല. ധർമ്മേന്ദ്ര ബോളിവുഡ് സിനിമ എന്നത് ഇന്ത്യൻ സിനിമയാക്കി മാറ്റി നമുക്കെല്ലാവർക്കും അഭിമാനമുണ്ടാക്കിയ താരം. 89-ാം വയസ്സിൽ ധർമ്മേന്ദ്ര മരണപ്പെടുമ്പോൾ സ്വാഭാവികമായും കുറച്ച് ചോദ്യങ്ങൾ ബാക്കി നിൽക്കുന്നുണ്ട്. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. 450 കോടി രൂപയാണ് ധർമ്മേന്ദ്രയുടെ ആസ്തി എന്ന് പറയുന്നത്. അതിനകത്ത് 100 ഏക്കർ വരുന്ന തോട്ടങ്ങൾ, ലോണാവാലയിലുള്ള അതിവിശാലമായ ഫാം ഹൗസ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. ധർമ്മേന്ദ്രയുടെ ഒരു സ്വപ്നമായിരുന്നു ആ ഫാം ഹൗസിന് ചുറ്റും 30 കോട്ടേജുകൾ പണിയുക എന്നുള്ളത്. അത് നടന്നില്ല. പിന്നീട് അങ്ങോട്ട് ധർമ്മേന്ദ്രയ്ക്ക് സ്വത്തുകളോട് സ്വത്തുകളാണ്. പലയിടത്തായി വീടുകൾ, പലയിടത്തായി ഭൂമികൾ. അങ്ങനെ എല്ലാം കൊണ്ടും ധർമ്മേന്ദ്രയുടെ ആസ്തി ഏകദേശം 450 കോടി രൂപയോളം വരും. പഴയ വിൻറ്റേജ് കാർ മുതൽ ഇന്ന് വെട്ടിത്തിളങ്ങി നിൽക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാറുകൾ വരെ അദ്ദേഹത്തിൻ്റെ ഗരാഷിലുണ്ട്. ഈ 450 കോടി എങ്ങനെയാണ് ഇനി ഡിവൈഡ് ചെയ്യപ്പെടുക? കുടുംബത്തിന് എങ്ങനെയായിരിക്കും ധർമ്മേന്ദ്ര വീതിച്ചു നൽകാൻ വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കിയിരിക്കുന്നത്? ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ട് അവശേഷിക്കുന്നത്. ധർമ്മേന്ദ്ര ലൈംലൈറ്റിലേക്ക് വരുന്നതിന് മുമ്പേ വിവാഹം കഴിച്ച വ്യക്തിയാണ്. അതും തൻ്റെ ഏറ്റവും പ്രായം കുറഞ്ഞ സമയത്ത് തന്നെ. ധർമ്മേന്ദ്ര വിവാഹം കഴിക്കുന്നത് 19-ാമത്തെ വയസ്സിലാണ്. പ്രകാശ് കൗറിനെ വിവാഹം കഴിച്ച ധർമ്മേന്ദ്ര അതിൽ 4 മക്കളുണ്ട്. സണ്ണി ഡിയോളിനെയും ബോബി ഡിയോളിനെയും നമുക്കറിയാം. ഇരുവരും ഇന്ന് ബോളിവുഡ് സിനിമയിൽ വെട്ടിത്തിളങ്ങുന്ന താരങ്ങളാണ്. ബോബി ഡിയോളാവട്ടെ ഇന്ന് വില്ലനായി തിളങ്ങിക്കൊണ്ടിരിക്കുന്നു. ബോളിവുഡിൽ മാത്രമല്ല, സൗത്ത് ഇന്ത്യൻ ഇൻഡസ്ട്രിയിൽ ഉൾപ്പെടെ. എന്നാൽ ഈ 2 ആൺമക്കൾക്കപ്പുറം ധർമ്മേന്ദ്രയ്ക്കും പ്രകാശ് കൗറിനും 2 പെൺമക്കൾ കൂടിയുണ്ട്. വിജേത ഡിയോളും അജേത ഡിയോളും. ഈ 4 മക്കളാണ് ധർമ്മേന്ദ്രയ്ക്കും പ്രകാശ് കൗറിനും ഉള്ളത്. എന്നാൽ ഹേമ മാലിനിയുമായുള്ള വിവാഹത്തിന് ശേഷം ഇരുവർക്കും 2 മക്കളാണുള്ളത്. 2 പെൺമക്കളാണ്. ഇഷ ഡിയോളും അഹാന ഡിയോളും. അങ്ങനെ ആകെ മൊത്തത്തിൽ ധർമ്മേന്ദ്രയ്ക്ക് 6 മക്കളാണ്. ഇരുവരും തമ്മിലുള്ള വിവാഹത്തെക്കുറിച്ചുള്ള കഥകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിയാമെങ്കിൽ പോലും പ്രകാശ് കൗറുമായിട്ടുള്ള വിവാഹത്തിന് ശേഷം ഏകദേശം 20 വർഷങ്ങൾക്കപ്പുറമാണ് ഹേമ മാലിനിയെ ധർമ്മേന്ദ്ര പത്നിയാക്കുന്നത്. അതും ഹേമ മാലിനിയുടെ ഭംഗിയിൽ മുങ്ങിത്താഴ്ന്ന ധർമ്മേന്ദ്രയുടെ കഥയും ഇരുവരും വിവാഹിതരാവാൻ വേണ്ടി മാത്രം മുസ്ലിം മതം സ്വീകരിക്കുകയും ചെയ്ത കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഹേമമാലിനിയുമായിട്ടുള്ള വിവാഹത്തിന് ശേഷമാണ് ധർമ്മേന്ദ്ര കൂടുതലായി പ്രശസ്തനാകുന്നത് എന്ന് വേണം തന്നെ പറയാൻ. പ്രത്യേകിച്ച് 1960കളിലും 70കളിലും 80കളിലും ഒക്കെ ധർമ്മേന്ദ്ര തൻ്റെ കോട്ടയാക്കി മാറ്റിയിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. 75-ൽ ഷോലയിൽ അഭിനയിക്കുമ്പോൾ ഓരോ അണിയറ പ്രവർത്തകർ ഉൾപ്പെടെ കട്ട് പറയാൻ വേണ്ടി മാത്രം 100 രൂപ കൈക്കൂലിയായിട്ട് കൊടുത്ത് കട്ട് പറയിപ്പിച്ച ധർമ്മേന്ദ്രയുടെ കഥയും നമുക്കറിയാം. അങ്ങനെ തൻ്റെ പ്രണയം മനസ്സിലാക്കിയ ഹേമ മാലിനി വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു. പക്ഷേ ഹേമ മാലിനിയുടെ പിതാവ് വിവാഹത്തിന് സമ്മതിക്കുകയും ചെയ്യുന്നില്ല. അതൊരു വലിയ പ്രശ്നത്തിലേക്ക് മാറുകയും ചെയ്യുന്നു. എന്നാൽ ധർമ്മേന്ദ്ര ആവട്ടെ തൻ്റെ ആദ്യ ഭാര്യയെ പ്രകാശ് കൗറിൽ നിന്നും വിവാഹമോചനം ആവശ്യപ്പെട്ടുകൊണ്ട് പ്രകാശ് കൗറിനോട് സംസാരിക്കുമ്പോൾ പ്രകാശ് കൗർ ഒരു തരത്തിലും വിവാഹമോചനം നൽകുകയും ചെയ്യുന്നില്ല. തുടർന്ന് ധർമ്മേന്ദ്രയും ഹേമ മാലിനിയും ചെയ്യുന്ന ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്യുന്ന കഥകളൊക്കെ നമുക്കറിയാവുന്നതാണ്. പക്ഷേ ഇന്ന് കഥ എത്തി നിൽക്കുന്നത് മറ്റൊരു തലത്തിലാണ്. 6 മക്കൾ. എങ്ങനെയാണ് 450 കോടി രൂപയുടെ സ്വത്ത് വീതിക്കുക? 2 ഭാര്യമാർ. ധർമ്മേന്ദ്ര എന്താണ് പദ്ധതികളായി ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ധർമ്മേന്ദ്രയുടെ അവസാന കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൊക്കെ അദ്ദേഹം കൂടുതലായി കഴിഞ്ഞിരുന്നത് ഫാം ഹൗസുകളിൽ നിന്നാണെന്ന് വ്യക്തമാണ്. ഫാം ഹൗസിലെ പല ചിത്രങ്ങളും ധർമ്മേന്ദ്ര പോസ്റ്റുകളായി പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. ധർമ്മേന്ദ്രയുടെ 2 ഹോട്ടൽ ശൃംഖലകളുണ്ട്. ആരാധകർക്ക് വളരെയധികം നൊസ്റ്റാൾജിയ പകരുന്ന 2 ഹോട്ടൽ ശൃംഖലകൾ കൂടിയാണത്. അങ്ങനെ ധർമ്മേന്ദ്രയുടേതായി പല സ്വത്തുക്കളും പലയിടത്തായി ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ നിന്നുകൊണ്ടാണ് ഈ സ്വത്തുക്കളുമായിട്ടുള്ള തർക്കത്തിനിടയിൽ ഹേമ മാലിനിയുടെ ഒരു ഇൻ്റർവ്യൂ ഇപ്പോൾ വൈറലാകുന്നത്. ടൈംസ് ഓഫ് ഇന്ത്യക്ക് രാജ്ദീപ് സർദേശായിക്ക് 2022-ൽ ഹേമ മാലിനി നൽകിയ അഭിമുഖത്തിൽ ഹേമ പറഞ്ഞത് ഇതാണ്: എനിക്ക് അദ്ദേഹത്തിൻ്റെ സ്വത്തുക്കൾ വേണ്ട, അദ്ദേഹത്തിൻ്റെ സ്നേഹം മാത്രം മതി എന്നുള്ളതാണ് ഹേമ മാലിനി പറഞ്ഞത്. വിവാഹം കഴിക്കാനുള്ള കാരണം പോലും തൻ്റെ സ്വത്തുക്കളല്ല മോഹിച്ചത്, തൻ്റെ സ്നേഹം. ഹേമ മാലിനിക്ക് ധർമ്മേന്ദ്ര നൽകിയിരുന്ന സ്നേഹത്തെക്കുറിച്ച് മാത്രം ഓർത്തിട്ടാണ് ഹേമ മാലിനി വിവാഹത്തിന് പോലും തയ്യാറായത് എന്നുള്ളതും ഹേമ തുറന്നു പറയുകയും ചെയ്യുന്നുണ്ട്. 450 കോടി രൂപയുടെ ആസ്തി അങ്ങനെയാണെങ്കിൽ ഹേമ മാലിനി വേണ്ടെന്ന് വെക്കുമോ? ഹേമ മാലിനിയുടെ മക്കളും വേണ്ടെന്ന് വെക്കുമോ? ഈ ചോദ്യങ്ങളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ ഉയരുന്നത്. ഈ ഒരു സ്വത്ത് ഇതെങ്ങനെയായിരിക്കാം വീതിച്ചെടുക്കുക എന്നുള്ള പല ചോദ്യങ്ങൾക്ക് നിൽക്കുകയാണ്. 2 ഭാര്യമാരുള്ളത് കൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ല എന്നുള്ളതാണ് സമൂഹ മാധ്യമങ്ങളിലെ അഭിപ്രായം. എന്തായാലും ധർമ്മേന്ദ്രയുടെ മരണത്തിന് ശേഷം ഈ ഒരു സ്വത്തുവകകളാണ് ഇപ്പോൾ ചർച്ച. മക്കൾ 6 പേരും കൂടി എങ്ങനെയായിരിക്കും ഈ സ്വത്തുകൾ പാർട്ടീഷൻ ചെയ്യുക എന്നുൾപ്പെടെയുള്ള തർക്കങ്ങൾ നിലനിൽക്കുമ്പോഴാണ് ഈ വാർത്തകൾക്കും റിപ്പോർട്ടുകൾക്കും മുന്നിൽ പ്രസക്തി ഏറുന്നത്.